Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem To See Him Again by Gabriela Mistral, Kaleidoscope, 4th semester, Calcutta University, Common English. In our previous video, we discussed about short answer questions. How does the poet express her deep trauma of loss? എങ്ങനെയാണ് പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? അവളുടെ ആ ഒരു ബിലവഡിനെ നഷ്ടപ്പെട്ടതിലുള്ള അവളുടെ ആ ഒരു ഡീപ്പ് ട്രോമ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ടു സീ ഹിം അഗെയിൻ ബൈ ഗബ്രില മിസ്ട്രൽ എക്സ്പ്രസസ് ദ സ്പീക്കേഴ്സ് ഡീപ്പ് ട്രോമ ഓഫ് ലോസ്. ദ സ്പീക്കർ ഈസ് ഷാറ്റേർഡ് വെൻ ഷീ കൺഫ്രണ്ട്സ് ദ റിയാലിറ്റി ദാറ്റ് ഷീ ഈസ് അൺഎബിൾ ടു റീയുണൈറ്റ് വിത്ത് ഹെർ ലവർ. അപ്പോൾ ഇതിലെ സ്പീക്കർ ബ്രോക്കൺ ആവുന്നുണ്ട്. തൻ്റെ ബിലവഡിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ഷാറ്റേർഡ് ആകുന്നുണ്ട്. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് സിൻസ് ബ്രേക്കപ്സ് ആർ ഹാർഡ് ഷി വിഷസ് ടു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഹെർ സെൽഫ്. നോ മാറ്റർ ഹൗ അൺപ്ലസൻറ്റ് the circumstances are, she just wishes to have her lover nearby. അപ്പോൾ അവൾക്ക് വലിയൊരു ഗ്രീഫ്, ഒരു ദുഃഖമാണ് അവൾക്ക് വരുന്നത്. അവൾ പറയുന്നുണ്ട് ഈ ബ്രേക്കപ്സ് എന്ന് പറയുന്നത് വളരെ ഹാർഡാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. എന്തു തന്നെയുള്ള സർക്കംസ്റ്റാൻസസ് സാഹചര്യം ആയാലും ഷീ ജസ്റ്റ് വിഷസ് ടു ഹാവ് ഹർ ലവർ നിയർ ബൈ. അവളുടെ ആ ഒരു ബിലവഡിനെ കാണണം എന്നുള്ള ആഗ്രഹം സ്പീക്കർക്കുണ്ട്. With the help of imagery, repetition and metaphor, poet creates a moving tribute to the person who has passed away. She struggles to come up terms with the death of her loved one. What are the possible challenges that she is ready to face? അതായത് ഇതിൽ സ്പീക്കർ ഫേസ് ചെയ്യുന്ന പോസിബിൾ ചലഞ്ചസ് എന്തൊക്കെയാണ്? The speaker ready to face any challenges to see him again. The speaker says that she must see her beloved again. അതായത് തൻ്റെ ബിലവഡിനെ കാണാൻ എന്ത് ചലഞ്ചും ഏറ്റെടുക്കാൻ സ്പീക്കർ റെഡി ആയിരുന്നു. She must see him wherever he is, whether it is in heaven or hell, still moon or in bloodlust or fright. She wants to be together with him, united around his bloodstain, like every springtime and winter. അതായത് ഏത് സർക്കംസ്റ്റാൻസസ് ആയാലും, അതായത് ഹെവനിലാണെങ്കിലും ഹെല്ലിലാണെങ്കിലും അതുപോലെ മൂണിലാണെങ്കിലും ബ്ലഡ്ലെസ് ഫ്രൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും തൻ്റെ ആ ഒരു ബിലവഡിനെ ഒന്നുകൂടെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചലഞ്ചസും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ. What are the images and metaphors used in the poem to suggest the grief and loss? അപ്പോൾ ഈ ഒരു പോയത്തിൽ ഗ്രീഫ്, ദുഃഖത്തിനെയും അതുപോലെ നഷ്ടത്തിനെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റഫർ, ഇമാജറി ഒക്കെ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. Gabriela Mistral uses vivid imagery and metaphors to suggest the grief and loss. The opening lines of the poem sets the scene. The reader is transported to a time and place where the speaker and her loved one were happy and together. The speaker is reluctant to confront the reality. She holds on to the memory of her beloved. The expression painted note around his blood neck suggests that she just wishes to lose herself in her loved one. It also suggests a deep emotional bond that transcend physical ബൗണ്ടറീസ്. അപ്പോൾ ഒരുപാട് ഇമേജറി മെറ്റഫറൊക്കെ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റഡ് നോട്ട് അറൗണ്ട് ഹിസ് ബ്ലഡ് നെക്ക് എന്ന് പറയുന്നത് ഒരു ഇമേജറിയാണ്. അതൊരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് ട്രൈ ടു കൺവേ ദ എക്സ്ട്രീം ഇമോഷൻസ് ദാറ്റ് ഷീ എക്സ്പീരിയൻസസ്? എങ്ങനെയാണ് പോയറ്റ് നമ്മളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എക്സ്ട്രീം ഇമോഷൻ, ആ ഒരു ലവ്, ലോസ്റ്റ്, ബ്രേക്കപ്സ് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീം ഇമോഷൻ, അവൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്ട്രീം ഇമോഷൻ എങ്ങനെയാണ് നമുക്ക് മുന്നിൽ പോയിട്ട് കൺവേ ചെയ്തിട്ടുള്ളത്? Gabriela Mistral conveys her extreme emotions by employing devices such as imagery and metaphor. The speaker is not ready to accept the reality. She holds on to the memory of her beloved. She says she must see him wherever he is, whether it in heaven or hell. She wants to be together with him, united around his bloodstained neck every springtime and winter. അപ്പോൾ പോയിട്ട് ഇതിൽ ഒരുപാട് ഇമേജറിയിലൂടെയും മെറ്റഫറിലൂടെയൊക്കെയാണ് ആ ഒരു ഗ്രീഫിൻ്റെ എക്സ്ട്രീം ആ ഒരു ഇമോഷൻ, അവൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്ട്രീം ഇമോഷൻ കൺവേ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പോയിട്ട് തൻ്റെ സ്പീക്കർ തൻ്റെ ബിലവഡ്
ഇനി മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ഷാറ്റേഡ് ആകുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട് ഏത് സർക്കംസ്റ്റാൻസസ് ആയാലും, അതായത് എവിടെയായാലും എൻ്റെ ബിലവഡ് എവിടെയായാലും മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സ്പീക്കർ ആ ഒരു എക്സ്ട്രീം ഇമോഷൻസ് കൺവേ ചെയ്യുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻ എസ്സേ. 300 വേർഡ്സിനുള്ള എസ്സേ ആണ്. ഡിസ്ക്രൈബ് ടു സീ ഹിം അഗെയിൻ ആസ് എ പോം ദാറ്റ് എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ലവ് ആൻഡ് ലോസ്. അപ്പോൾ ടു സീ ഹിം അഗെയിൻ ബൈ ഗബ്രിയേല മിസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ ലവ് ആൻഡ് ലോസ് ഇതിൻ്റെ ആ ഒരു തീമാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. To see him again by Gabriela Mistral is a poem about the themes of love and loss. This poem depicts the intense grief and trauma following the loss of a beloved. The speaker is shattered when she confronts the reality that she is unable to reunite with her lover. Through her use of vivid imagery, repetition and powerful metaphor, Mistral creates a moving and deeply personal tribute to the person who has passed away. The speaker's recent mood of longing to unite with her beloved. She cannot hear to be apart from her beloved any longer. അപ്പോൾ ഇതിൽ ലവ് ആൻഡ് ലോസ് തീമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്പീക്കർ റിയലൈസ് ചെയ്യണം തൻ്റെ പ്രിയതമനെ ഇനി മീറ്റ് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് സ്പീക്കർ വളരെയധികം ഷാറ്റേഡ് ആകുന്നുണ്ട്. പക്ഷേ ഏത് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും തൻ്റെ ബിലവഡിനെ ഒന്നുകൂടെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് speaker. She asks whether she will never again be able to see him. She wonders if she will be able to see him at starry nights or at dawn or at sunset. അതായത് അവൾ ഒരുപാട് ഒരു ഡീപ്പ് ട്രോമയിലോട്ട് പോവുകയാണ് തൻ്റെ ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടതിൽ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ബിലവഡിനെ സ്റ്റാറി നൈറ്റ്സിൽ കാണാൻ കഴിയുമോ, ഡോണിൽ കാണാൻ കഴിയുമോ, സൺസെറ്റിൽ കാണാൻ കഴിയുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ടു സീ ഹിം അഗെയിൻ, അദ്ദേഹത്തിനെ വീണ്ടും മീറ്റ് ചെയ്യാൻ കഴിയുമോ. ദ സ്പീക്കർ ഓൾസോ തിങ്സ് ഇഫ് ഷീ വിൽ നെവർ സീ ഹിം ഇൻ പ്ലേസസ് ലൈക്ക് ദ എഡ്ജ് ഓഫ് എ റോഡ് അറൌണ്ട് ദ ഫാം ഫീൽഡ്സ് ഓർ എ റിം ഓഫ് എ ഫൗണ്ടൻ വൈറ്റൻ അണ്ടർ ദ മൂൺ. ഷീ ഓൾസോ ഡബിൾസ് if she can never see him under the trees in the forest at the fall of night nor in the caves that returns the echoes of her words. അപ്പോൾ ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഒരുപാട് ഇമേജറി ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. പോയട്രി ഇമേജറി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊന്നും തൻ്റെ പ്രിയതമനെ ഇനി മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു റിയാലിറ്റി സ്പീക്കർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് സ്പീക്കർ ഷാറ്റേഡ് ആവുകയാണ്. The speaker says that she must see her beloved again. She must see him wherever he is, whether it is in heaven or hell or still moon or in bloodless fright. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, എൻ്റെ ബിലവഡിനെ എനിക്ക് എന്തായാലും മീറ്റ് ചെയ്യണം. അത് ഏത് സർക്കംസ്റ്റൻസസ് ആയാലും, അതായത് ഹെല്ലിലാണോ അല്ലെങ്കിൽ ഹെവനിലാണോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എന്ത് ചലഞ്ചസും ഫേസ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് സ്പീക്കർ. She wants to be together with him, united around his bloodstained neck every springtime and winter, never to leave him again. അപ്പോൾ സ്പീക്കർ ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രിയതമനെ തോളോട് തോള് ചേർന്ന് ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. The poem explores the themes of love and loss. It is a poignant and hurtful eulogy that speaks to the universal experience of grief and loss. Okay, thank you.